നമുക്കിന്ന് നല്ല ടേസ്റ്റുള്ള അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ? നമ്മുടെ അച്ചായൻ പ്രിപ്പറേഷനാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കിയാലോ? അതിന് ആദ്യം വേണ്ടത് ഒരു ഫുള്ള് തേങ്ങ ചിരവിയതാണ്. അതിൽ നിന്ന് ഒരു പിടി തേങ്ങ ചെറിയ ബൗളിനകത്ത് എടുത്ത് വച്ചിരിക്കുന്നത് വറുത്ത് ചേർക്കുന്നതിന് വേണ്ടിയാണ്. മിച്ചമുള്ള 3/4% തേങ്ങയും അരച്ച് ചേർക്കാൻ വേണ്ടി വലിയ ബൗളിനകത്ത് എടുത്തു വച്ചിരിക്കുന്നു. പിന്നെ പച്ചക്കറികൾ വേണ്ടത് എല്ലാം 100 ഗ്രാം വെച്ച് എടുത്തിട്ടുണ്ട്. ദേ, ഉരുളക്കിഴങ്ങ് 100 ഗ്രാം വൃത്തിയായി കഴുകിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പച്ചക്കറികളെല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞ് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ദേ, ക്യാരറ്റ് 100 ഗ്രാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളും അരിയണം. ദേ, കോവയ്ക്ക 100 ഗ്രാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. പയർ 100 ഗ്രാം അച്ചിങ്ങാപ്പയറാണ്, ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു മാങ്ങ ദേ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. മുരിങ്ങക്കോല് ചീകി ദേ ഈ ഒരു നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. 100 ഗ്രാം തൈര്. ദേ, കറിക്കായ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. 100 ഗ്രാമാണ് എടുത്തത്. വെള്ളരിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നു. 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അടുത്തത് പടവലങ്ങ തൊലി ചീകിക്കളഞ്ഞ് ഇങ്ങനെ നീളത്തിൽ 100 ഗ്രാം അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി വേണ്ടത് 2 സവോള ഇതുപോലെ മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 സവോളയാണ് അരിഞ്ഞ് ഈ ബൗളിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു 6 പച്ചമുളക് നടുവേ പിളർന്നു വെച്ചിരിക്കുന്നു. പിന്നെ ചേന 100 ഗ്രാം ചേന ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ വേണ്ടത് 4 പത്തലമുളക് നടുവേ കീറി ഇങ്ങനെ വെച്ചിരിക്കുന്നു. അതുപോലെ ചെറിയ ഉള്ളി 3 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് താളിച്ച് ചേർക്കാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ കടുക്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 5 തണ്ട് കരിവേപ്പില, 1/2 ലിറ്റർ വെള്ളം. ഇത് തേങ്ങ അരച്ച് ചേർക്കുന്നതിനും പച്ചക്കറി വേവുന്നതിനും ഒഴിച്ചു കൊടുക്കാനും വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ദേ ഈ തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ട 6 വെളുത്തുള്ളി, 6-7 വെളുത്തുള്ളി നടുവേ പിളർന്നത്, ചുവന്നുള്ളി 7 എണ്ണം നടുവേ പിളർന്നത്, സാദാ ജീരകം 1 ടീസ്പൂൺ, 3 പച്ചമുളക് നടുവേ പിളർന്നത്, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അച്ചായൻ്റെ അവിയൽ പ്രിപ്പറേഷന് വേണ്ടത്. ആദ്യം അച്ചായൻ ചെയ്യാൻ പോകുന്നത് 1 ഇതൾ കരിവേപ്പിലയും തേങ്ങയും ഈ പച്ചമുളകും ഈ സാദാ ജീരകവും ഈ വെളുത്തുള്ളിയും ഈ ചുവന്നുള്ളിയും കൂടെ കൂട്ടി മിക്സിക്കകത്ത് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീഡിയമായിട്ട് അരച്ചെടുക്കുന്നുള്ളൂ. ഒത്തിരി ഒതുക്കി എടുക്കുന്നേ ഉള്ളൂ, വെണ്ണ പോലെ അരയ്ക്കുന്നില്ല. എന്നാൽ നമ്മുടെ അച്ചായൻ്റെ അവിയൽ വെക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ? അച്ചായൻ, നമുക്ക് അവിയൽ വെക്കാൻ പോയാലോ? അവിയൽ വെക്കുന്നതിനായിട്ട് കുഴിവുള്ള വലിയ ചീൻചട്ടി അടുപ്പിൽ വെച്ച് ചീൻചട്ടി ചൂടായി വരുന്നു. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വേകാൻ ഏറ്റവും സമയം വേണ്ടത് ചേനയ്ക്കാണ്. ചേന അരിഞ്ഞത് ആദ്യം ഇടാം. ചേന അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു. ചേന വേകാൻ കൂടുതൽ സമയം വേണം, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത്. ഇതിന് ശേഷം നമ്മൾ മുരിങ്ങയ്ക്ക അരിഞ്ഞതിട്ട് കൊടുക്കും, മുറിച്ചത് ഇട്ട് കൊടുക്കും. പിന്നെ വേകാൻ സമയം വേണ്ടതാണ് മുരിങ്ങയ്ക്ക. ഇപ്പം മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കും. ഒരു 2-3 മിനിറ്റ് ചേന ഇരുന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ. കാരണം ചേനയാണ് വെന്ത് കിട്ടാൻ ഏറ്റവും താമസം വരുന്നത്. അതിനുവേണ്ടി അപ്പോൾ നിങ്ങൾ അവിയലുണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം ചേന തന്നെ ഇട്ട് കൊടുക്കണം. വേവ് നന്നായിട്ട് വേണം ചേനയ്ക്ക്. കുറച്ച് നേരം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി അടുത്തത് വേകാൻ ഇച്ചിരി സമയം കൂടുതൽ വേണ്ടത് മുരിങ്ങക്കോലാണ്. മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കുന്നു. മുറിച്ചിട്ടിരിക്കുന്ന മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കും. മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കും. ഇനി ഇളക്കിക്കും.
ഇത്ര ഐറ്റമാണ് ഏറ്റവും ആദ്യം അവിയലുണ്ടാക്കാൻ വേണ്ടി ഇടേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്നൊന്ന് വേകുന്നതിന് വേണ്ടി. ഈ ഉപ്പിടുന്നതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചോണം, അല്ലെങ്കിൽ അവസാനം കറിക്ക് ഉപ്പ് കൂടും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിനാണ്. ചേന പെട്ടെന്ന് വേകുന്നത്. ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. അടുത്ത മാങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇടേണ്ട മാങ്ങയാണ്. മാങ്ങ അരിഞ്ഞ് ഇട്ടോ. മാങ്ങ അരിഞ്ഞിട്ട് ഇളക്കി കൊടുക്കും. ആദ്യം ചേന ഇടണം, അത് കഴിഞ്ഞ് മുരിങ്ങക്കോൽ ഇടണം, അത് കഴിഞ്ഞ് മാങ്ങ ഇട്ട് കൊടുക്കും. അടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു. ക്യാരറ്റ് ഇട്ട് ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ക്യാരറ്റ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കുക. അടുത്ത് വെള്ളരിക്ക അരിഞ്ഞിടുന്നു. വെള്ളരിക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ അവിയലുണ്ടാക്കുമ്പോൾ എല്ലാം നീളത്തിൽ തന്നെ അരിയാൻ നോക്കണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അരിയുന്നതിൽ കാര്യമുണ്ട്, ഷേപ്പിലും കാര്യമുണ്ട്. അതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അടുത്തത് പടവലങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. വെള്ളരിക്കായി ഇട്ടു, പടവലങ്ങായി ഇട്ടു. ഇനി അടുത്തത് ബൗളിനകത്ത് കോവയ്ക്കായും അച്ചിങ്ങാപ്പയറും കൂടി ഇടുന്നു. നീളത്തിൽ അരിഞ്ഞത് ഇട്ടോ ഇട്ടോ. അച്ചിങ്ങായും കോവയ്ക്കായും കൂടെ ഇട്ട് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി ചേർക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അച്ചായൻ ശൈലിയാണ് അവിയൽ. അച്ചായൻ എപ്പോഴും വെക്കുന്നതാണ്. ഓണത്തിന് സ്പെഷ്യലായിട്ട് അച്ചായൻ ഓണത്തിന് ഉണ്ടാക്കുന്ന അവിയലാണ്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് കായ ഇടാനുണ്ട്. കായ ഇട്ട് കൊടുക്കുക. കറിക്കായ അരിഞ്ഞത് കണിക്ക് ഇട്ട് കൊടുത്തു. ഇനി ഉരുളക്കിഴങ്ങ് അരിഞ്ഞതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഇട്ട് കൊടുക്കുക. ഒരു എല്ലാം ഇങ്ങനെ നീളത്തിൽ അരിയണം. പ്രത്യേകം പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണെങ്കിലും. ഇനി 2 മീഡിയം സൈസ് സബോള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അടുത്തത് 6 പച്ചമുളക് നടുവേ പിളർന്നതും കൂടെ ഈ കൊടുത്ത് ഇട്ട് കൊടുക്കുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്, ഒന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി നല്ലതാണ്, വിഷാംശമൊക്കെ മാറാം. പച്ചക്കറിയുടെ വിഷാംശമൊക്കെ മാറിക്കിട്ടും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി എല്ലായിടത്തോട്ടും അങ്ങ് പിടിക്കട്ടെ. നന്നായിട്ട് വേവുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചക്കറി ഇത്രയും ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇളക്കണം. അടി മുതൽ മേള് വരെ ഒരുപോലെ മിക്സ് ആകാൻ വേണ്ടി നന്നായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ട പാത്രം നല്ല കട്ടിയുള്ളതായിരിക്കണം. നല്ല കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ കട്ടിയുള്ള ചീൻചട്ടിയോ ഒക്കെയാണ് വളരെ നല്ലത്. നല്ല ബലത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം. അവിയൽ നന്നായിട്ട് മിക്സ് ആവുന്നതനുസരിച്ചാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തട്ടിപ്പൊത്തി വെക്കണം. ആവി ഇറങ്ങി വേകണം. ശരിക്ക് ആവി കയറി വേകണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി അങ്ങോട്ട് ഇളക്കിക്കേ, സ്വല്പം കൂടെ ഇളക്കിക്കേ. നന്നായിട്ട് അങ്ങോട്ട് ഇളകട്ടെ. നല്ല കട്ടിയുള്ള ചീഞ്ചട്ടി ആയത്. നിങ്ങൾ ഉരുളിയോ എന്തായാലും നമ്മൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കിയാലേ നല്ല ബലം പിടിച്ച് ഇളക്കാൻ പറ്റുള്ളൂ. എല്ലാ മുരിങ്ങക്കോലും കായും മാങ്ങായും കോവയ്ക്കായും അച്ചിങ്ങായും ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ശരിക്കങ്ങ് മിക്സായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും അങ്ങോട്ട് ശരിക്കങ്ങ് പിടിക്കട്ടെ. ഒന്ന് വാടി വരട്ടെ. ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് എന്നിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അടി പിടിപ്പിക്കാതെ നമുക്ക് ഇളക്കാം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അതൊന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. 3/4 ഗ്ലാസ് വെള്ളം അച്ചായൻ്റെ ഒരു ടെക്നിക്കാണ്. അത് അതിൻ്റെ സൈഡിൽ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ വട്ടം കറക്കി ഒഴിക്കുമ്പം ചട്ടിയുടെ അടിയിലോട്ട് ചെല്ലും. ചീൻചട്ടിയുടെ അടിയിലോട്ട് ചെല്ലും. ഉരുളിയാണെങ്കിലും ഇങ്ങനെ വട്ടം കറക്കി ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തേ നന്നായിട്ട് വെന്ത് നല്ല ആവിയിൽ വേകണം. ഇത് പച്ചക്കറി എല്ലാം കൂടെ വെന്ത് കിട്ടുകയാണ് ഈ അവിയലുണ്ടാക്കുന്നതിൻ്റെ മെയിൻ പരിപാടി. കണ്ടോ? നന്നായിട്ട് ഇളക്കി കൊടുത്തു.
ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചുള്ളൂ. അത് ചുറ്റിയാണ് ഒഴിച്ചത്. തട്ടിപ്പൊത്തി വെക്കും. മിക്സിയിൽ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണ്. അതിന് തേങ്ങ ഇട്ടു. ഇനി അതിലോട്ട് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. ഒരു 7 ചെറിയ ഉള്ളി നടുവേ പിളർന്നത് ഇടുന്നു. ഇത് മിക്സിക്കകത്ത് നമ്മളിന്ന് ശരിക്കും അരക്കിയില്ല, ഒന്ന് ഒതുക്കിയെടുക്കുകയും ചെയ്യുള്ളൂ. ഇനി വെളുത്തുള്ളി 6 വെളുത്തുള്ളി നടുവേ പിളർന്നത് ഇടുന്നു. ഇനി സാദാ ജീരകം 1 ടീസ്പൂൺ ഇടുന്നു. ഇനി പച്ചമുളക് 3 എണ്ണം മുറിച്ചത് ഇടുന്നു. സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കി. കട്ടവാന അരയ്ക്കണ്ട കേട്ടോ, ഒരു മീഡിയം ഇതിൽ അരയ്ക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് മിക്സിയുടെ ജാറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് സ്വല്പം വെള്ളം ഒഴിച്ച് ഇനി ഒരു മീഡിയം, നന്നായിട്ട് അരക്കിയല്ല, ഒരു മീഡിയം അരച്ചുകൊണ്ട് വരാം. ഒരു പിടി തേങ്ങ വറുത്ത് ചേർക്കാൻ വേണ്ടി ഈ ബൗളിനകത്ത് മാറ്റി വെച്ചിരിക്കുന്നു. അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. പച്ചക്കറി ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നാലേ പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പകുതി കൂടുതൽ പണി തീർന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഒരുപോലെ വേകാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞു. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ നമ്മളെടുത്ത് വറുത്ത് ചേർക്കാൻ വേണ്ടി, ഒരു പിടി തേങ്ങ ഞാൻ കാണിച്ചല്ലോ, തേങ്ങ ചെറുത് വറുത്ത് ചേർക്കാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു തേങ്ങയുടെ 3/4% നമ്മൾ അരച്ച് ചേർക്കാൻ വേണ്ടി വെളുത്തുള്ളിയും ഉള്ളിയും സാദാ ജീരകവും പച്ചമുളകും എല്ലാം കൂടെ കൂട്ടി അരച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. വെന്ത ശേഷം പച്ചക്കറി വേകാനുള്ള സമയം ഒന്നും കൂടെ തടുത്ത് കൂട്ടി ഒന്ന് മൂടി, ഇച്ചിരി നേരം കൂടെ ആവിയിലിരുന്ന് വേകട്ടെ. ഒന്ന് മൂടി വെച്ചേരച്ച, അടപ്പെടുത്ത് മൂടിക്ക്. വേകുന്നതിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ് കുറച്ചും കൂടെ വേവ് കിട്ടണം. ലേശം വെള്ളവും കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ 1 ഗ്ലാസ് വെള്ളവും കൂടെ അടച്ചു. പച്ചക്കറി ശരിക്ക് വേകുന്നതിന് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഇതിൽ വെന്ത് കിട്ടും. നന്നായിട്ട് വേകുന്നതിന് വേണ്ടിയാണ്. പച്ചക്കറി നന്നായിട്ട് വേണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നല്ല അവിയൽ, നല്ല സദ്യക്കൊക്കെ കഴിക്കുന്ന അവിയൽ കണ്ടിട്ട്, നല്ല അടിപൊളി അവിയൽ. അവിയലില്ലാത്ത സദ്യയില്ലല്ലോ. ഓണത്തിനൊക്കെ അവിയൽ മസ്റ്റാണ്. എനിക്ക് സാമ്പാറിനൊക്കെ ഇനി ഇഷ്ടം അവിയലാണ്. അവിയലും കൂട്ടിയുള്ള ചോറ്, അവിയൽ മാത്രം മതി ചോറുണ്ണാൻ. അച്ഛൻ ഇളക്കി കൊടുക്കുന്നതേ നന്നായിട്ട് ഈ വേകട്ടെ. കണ്ടോ, നിറമൊക്കെ മാറി വെന്ത് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇനി വേവും. അവിയലിനകത്തുള്ള ചേർക്കാനുള്ള 1 പിടി തേങ്ങ വറുത്തെടുക്കുന്നു. നന്നായിട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്തോട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ നേരിട്ട് 1 പിടി തേങ്ങ ചിരവിത് ഇട്ടിട്ട് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ചൂടാക്കി ഇളക്കി കൊടുത്തേ, നിറം മാറി എടുക്കണ്ടേ. നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്തോട്ട് 1 പിടി തേങ്ങ ഇട്ട് ഇത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് അവിയലിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. തുറന്നു ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പാത്രം എടുത്ത് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത്. നന്നായിട്ട് പച്ചക്കറി കണ്ട, പച്ചക്കറിയുടെ കളറ് മാറി മാറി വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ചീൻചട്ടിയിൽ, ഇപ്പോഴത്തെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1 പിടി തേങ്ങ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേച്ചാ വെന്തില്ല, കുറച്ചുകൂടെ വേകണം അല്ലേ? നന്നായിട്ട് വേകണം. ഇച്ചിരി സമയം എടുക്കും കേട്ടോ ഈ പച്ചക്കറി വെന്ത് കിട്ടാൻ വേണ്ടി. കുക്കറിൽ ഒന്നും അവിയൽ വെക്കാൻ പറ്റുമോ? കുക്കറിലൊന്നും സാമ്പാർ വെക്കാം, അവിയൽ വെക്കാൻ ഇങ്ങനെ തന്നെ വേണം അല്ലേ അച്ഛാ? നല്ല ടേസ്റ്റുള്ള അച്ചായൻ സ്റ്റൈല് അവിയൽ. ഇനി തട്ടിപ്പൊത്തിയിട്ട് ഒന്നും കൂടെ മൂടി വെക്കാം. ഇപ്പം 2 ഇതൾ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇതൾ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ 2-3 പ്രാവശ്യം കരിവേപ്പില ഇങ്ങനെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കരിവേപ്പിലയുടെ എസൻസ് അങ്ങ് ഇറങ്ങാൻ വേണ്ടി
നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഇളക്കി ഇനി തട്ടിപ്പൊത്തി മൂടി വയ്ക്കും. തേങ്ങ നന്നായിട്ട് വറുത്തും കിട്ടിയിട്ടുണ്ട്. കളറ് മാറണ്ട, ജസ്റ്റ് ഇത്രയും പാകം മതി. ഈ പാകത്തിന് വാങ്ങിയെടുത്തിട്ട് ഈ കളറ് ഇത്രയും കളറ് മാറിയാൽ മതി. ഇനി നമുക്ക് ഇത് വാങ്ങിയെടുത്തിട്ട് സാമ്പാറിനകത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പാത്രത്തിലെടുത്ത് മാറ്റാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വേകട്ടെ. കഷ്ണം വേകുന്നതാണ് ഇതിനകത്ത് ഏറ്റവും സമയം എടുക്കുന്നതും ഏറ്റവും പാടുള്ളതും. കഷ്ണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് ചേർത്ത് പെട്ടെന്ന് കടുക് പൊട്ടിച്ച് പെട്ടെന്നാവും. കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇത് നടുക്ക് ഇതുപോലെ ഒരു തുള ഉണ്ടാക്കണം. രണ്ട് സൈഡിലോട്ടും വെന്ത പച്ചക്കറികൾ ചീഞ്ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിടവുണ്ടാക്കി കൊടുത്തു. അതിലോട്ടാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. തേങ്ങായും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും സാദാ ജീരകവും ഒക്കെ ചേർത്ത് അരച്ച് കൊടുത്തിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എല്ലാവരും ചേർക്കും മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഇടുന്നത് നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കും. ഈ കൂട്ടത്തിൽ ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് ഒന്ന് ഇളകും. അരപ്പ് അച്ഛൻ ടെക്നിക്ക് ആ അരപ്പൊന്ന് മൂടി വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ നിന്ന് പച്ചക്കറിയിൽ നിന്ന് അല്ലേ ഒന്ന് ആ ചൂട് കയറാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കുന്നു. 2 മിനിറ്റ് ഇങ്ങനെ പൊത്തിയിരിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അരപ്പ് എല്ലായിടത്തും പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരപ്പ് ഭയങ്കരമായിട്ട് അരിഞ്ഞാൽ വെണ്ണ പോലെ അരയരുത്, മീഡിയമായിട്ടേ അരയാവുള്ളൂ. ആ തേങ്ങയുടെ അതൊക്കെ ഇങ്ങനെ കാണണം. എന്നാലും നമ്മൾ അവിയൽ കൂട്ടിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. കണ്ടമാനം അരയരുത്, മീഡിയമേ അരയാവുള്ളൂ. ഒന്ന് ഒതുങ്ങിയെടുക്കുകയും ചെയ്യാവുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കുന്നു. നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും പിടിക്കട്ടെ. തേങ്ങ അരച്ച അരപ്പ് കഷ്ണത്തേലെല്ലാത്തേലും പിടിക്കട്ടെ. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുക. അരപ്പ് നന്നായിട്ട് വേകാൻ വേണ്ടി ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായിട്ട് വേകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. അരപ്പ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് ശരിക്കും വേട്ട. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കും. ഒരു പിടി തേങ്ങയേ ഉള്ളൂ. തേങ്ങ ചിരവി ഇത് വറുത്ത് വെച്ചിരിക്കുന്നു. ഒരു പിടിയേ ഉള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. ഞാൻ ടേസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിടി തേങ്ങ വറുത്തെടുത്ത് ചേർക്കുന്നത്. അവിയൽ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അച്ചായൻ്റെ ടെക്നിക്കാണിത്. ഇങ്ങനെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കണം. അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നന്ദി. എല്ലായിടത്തും കഷ്ണങ്ങളെല്ലാം എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് നല്ല ബലത്തിലങ്ങ് മിക്സ് ചെയ്യണം. എല്ലായിടത്തും അങ്ങ് ശരിക്ക് പിടിക്കട്ടെ. ഇപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ച് ചേർത്താൽ മതി. അല്ലേ ചാ? കടുക് പൊട്ടിച്ച് താളിച്ച് ചേർത്താൽ മതി. ഏറ്റവും അവസാനമാണ് തേങ്ങ വറുത്തതിട്ടുണ്ട്. അരച്ചിട്ടില്ല. തേങ്ങ വറുത്ത് ചേർത്തതേ ഉള്ളൂ, അരയ്ക്കുന്നില്ല. തേങ്ങ വറുത്ത് ചേർക്കുക. ഒരിക്കലും അരയ്ക്കരുത്, വറുത്ത് ചേർക്കണം. അവിയലിന് വറുത്ത് ചേർക്കുന്നതാണ് നല്ലത്. തേങ്ങയുടെ ആ ഒരു ഗ്രിപ്പും ആ ഒരു കൺസിസ്റ്റൻസി ആ ഒരു തേങ്ങ വറുത്ത് ചേർത്തത് ശരിക്ക് എല്ലാ കഷ്ണത്തേലും എല്ലായിടത്തും ചെല്ലാൻ വേണ്ടി ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നു. ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. എല്ലായിടത്തും പിടിക്കട്ടെ തേങ്ങ വറുത്തത്. ഇനി ഇതിലോട്ട് 100 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കുന്നു. കട്ട തൈര് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല. അധികം പുളി വേണ്ട കേട്ടോ, മീഡിയം പുളി മതി. ഉണ്ടോ? 100 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഉണ്ടല്ലോ ആ പുളിയും സൂപ്പറാകാൻ വേണ്ടി നമ്മുടെ
അവിയൽ സൂപ്പറാകാൻ വേണ്ടി ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത്. ആ സദ്യക്കൊക്കെ ഈ അവിയൽ കൂട്ടിയാണ്ടല്ലോ എൻ്റെ അച്ഛാ, സൂപ്പറാണ്. ആ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കും. ഇതിക്ക് എല്ലായിടത്തോട്ടും ഒന്ന് പിടിക്കട്ടെ. മാങ്ങായും തൈരും ആഹാ എല്ലാ സാധനവും അച്ഛൻ ചേർത്തിട്ടുണ്ട് വെച്ചാൽ. തേങ്ങ അരച്ച് ചേർത്ത്, തേങ്ങ വറുത്ത് ചേർത്ത്, ആ എല്ലാ പച്ചക്കറിയും. എന്ത് ന്യൂട്രേറ്റീവ് വാല്യൂ ഉള്ളതാണെന്നറിയാം ഈ അവിയൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ന്യൂട്രേറ്റീവ് വാല്യൂവാണ്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാൻ. അച്ചാൻ ഉപ്പ് നോക്കി അച്ചാൻ പറഞ്ഞ് ഇച്ചിരിയും കൂടെ ഉപ്പ് വേണമെന്ന് പറഞ്ഞ് അച്ചാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ വിതറിയിടുന്നു. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇതനുസരിച്ച് ഉപ്പ് ചേർക്കേണ്ട. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ അവിയൽ റെഡിയായി. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്താൽ മതി. താളിച്ച് അവിയൽ റെഡിയായി. ടേസ്റ്റുള്ള അവിയൽ സൂപ്പറായിട്ട്. ഇനി ഉപ്പും എല്ലായിടത്തും പിടിച്ച്, അരപ്പും എല്ലായിടത്തും നന്നായിട്ട് പിടിച്ച്. ഇനി 2 മിനിറ്റ് മൂടി വെക്കാം. അടുത്ത കടുക് പൊട്ടിച്ച് താളിച്ച് അവിയലിനകത്ത് ചേർക്കുന്നതിന് വേണ്ടി കുഴുവുള്ള പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകിട്ട് കൊടുക്കുന്നു. എണ്ണ ചൂടായി വന്നു അതിലോട്ട് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി വരുന്ന അതിലോട്ട് ചെറിയ ഉള്ളി 4 എണ്ണം ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് പത്തലമുളക് മുറിച്ചത് ഇട്ട് കൊടുക്കുക. 4 പത്തലമുളക് നടുവേ മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഇനി 2 ഇതൾ കറിവേപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെടുത്ത് നമ്മൾ അവിയലിനകത്തോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ അവിയൽ റെഡിയായി. ഇതാണ് ഏറ്റവും അവസാനത്തെ പരിപാടി. ഇനി നന്നായിട്ട് ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് ഇനി നമുക്ക് ഇതെടുത്ത് അവിയലിനകത്തിട്ട് കൊടുക്കും. അവിയലിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. കറക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഒന്ന് മൂടി വെക്കുക. മൂടി വെച്ച് ഇത് ആവിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ആവി നന്നായിട്ട് എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് ചേർക്കുക. ഇനി അച്ചാനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. അപ്പോൾ നമ്മുടെ അച്ചായൻ സ്റ്റൈല് അവിയൽ റെഡിയായി. ഇനി അവസാനം അച്ചാൻ ഒരു ചെറിയ പൊടിക്കൈയും കൂടെ ഉണ്ട് അല്ലേ അച്ഛാ? വെളിച്ചെണ്ണ ഒഴിച്ച് കുടിക്കുകയല്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വാങ്ങുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വാങ്ങും. ഇപ്പം അവിയൽ നന്നായിട്ട് റെഡിയായി. എല്ലായിടത്തും കടുക് താളിച്ച് ചേർത്തത് ശരിക്കും പിടിച്ച്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്, അച്ചായൻ്റെ അവിയൽ. ഏറ്റവും അവസാനമായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ താളിച്ച് കൊടുക്കുന്നു, ഒഴിച്ചു കൊടുക്കുന്നു. നേരത്തെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാൻ ടേസ്റ്റിന് വേണ്ടിയാണ്. ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിയലിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങും. ഇനി ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ പച്ച വെളിച്ചെണ്ണ എല്ലായിടത്തും അങ്ങോട്ട് ശരിക്ക് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കും. പച്ച വെളിച്ചെണ്ണ എല്ലായിടത്തും പിടിക്കട്ടെ. നന്നായിട്ട് അടി മുതൽ മേളിലോട്ട് ശരിക്കും ഇളക്കി. ഇപ്പം നമ്മുടെ അവിയൽ റെഡിയായി. ഇനി ബൗളിനകത്തോട്ട് മാറ്റി അച്ചാനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് റിസൾട്ട് നമുക്ക് പറയാം. ഓക്കെ,
ഉപ്പ് നോക്കിക്കണം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേണമെങ്കിൽ കുറച്ച്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ബൗളിലോട്ട് മാറ്റിയ അവിയൽ. ഇതേ നോക്കിക്കേ, നല്ല സൂപ്പർ കളറ്. ഇതേ അടിപൊളിയായിട്ടുണ്ട്, നല്ല മണം, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ മെയിനായത്, ഓണത്തിനൊക്കെ അവിയൽ കൂട്ടി കഴിക്കുകയെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, നല്ല കുത്തരിച്ചോറ് കഴിക്കണം. ഇത് കണ്ടോ, അച്ചായൻ സ്റ്റൈലാണ്, അച്ചായൻ്റെ പ്രിപ്പറേഷനാണ്. കണ്ടോ, അടിപൊളിയായി. ഇതേ നോക്കിയതേ, കണ്ടോ, അടിപൊളി അവിയൽ. ഇത് ഒരാഴ്ചത്തേക്ക് കൂട്ടാറുണ്ട് ഞങ്ങൾക്ക്. ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ, കുറേശ്ശെ ചൂടാക്കി കഴിക്കാം. അവിയൽ ഇഷ്ടമല്ലാത്തതായിട്ട് ആരുണ്ട്? പച്ചക്കറി ഇഷ്ടമില്ലാത്തവർക്കും അവിയൽ ഇഷ്ടമാണ്. അവിയലെല്ലാം എത്ര ന്യൂട്രേറ്റീവ് വാല്യൂ ഉള്ള വിറ്റാമിൻസ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത്രയും നല്ലൊരു കറി, ഇത്രയും ഔഷധ ഗുണങ്ങളും ഉള്ള കറി വേറെ ഇല്ല. കണ്ടോ, എല്ലാം പച്ചക്കറിയുടെയും വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, എഫ് എല്ലാം ഉണ്ട്. അടിപൊളി ഒരു സമീകൃത ആഹാരമാണ്. ടോട്ടൽ ന്യൂട്രീഷൻ ഉണ്ട്. അവിയൽ കൂട്ടി കഴിച്ചാൽ പിന്നെ ഒരു ന്യൂട്രീഷനും കുറവ് വരത്തില്ല. നമ്മുടെ അച്ചായൻ വരുന്നുണ്ട്. അച്ചായോ, ചോറുമായിട്ടൊന്ന് കൂട്ടി കാണിച്ചേ വായോ. നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് ശ്രമിക്കണേ. നമ്മുടെ അച്ചായൻ സ്റ്റൈൽ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അച്ചായൻ ചോറ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അച്ചായൻ ഇന്ന് ഒന്ന് കഴിച്ച് ചോറിൻ്റെ കൂടെ കൂട്ടി രുചി പറയും. എടുക്കുക. ഓക്കെ. ഒന്ന് കൂട്ടിക്ക് അച്ഛാ, കൂട്ടി ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ടൊന്ന് അതിൻ്റെ ടേസ്റ്റ് എല്ലാവരോടും ഒന്ന് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ, സൂപ്പറാന്ന് തന്നെ തോന്നുന്നു. ഇതേ എനിക്കും ചോറുണ്ണണം, ജോജിനും ദോശട്ടിക്ക് കൊണ്ടണം. ഇനി ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ, എങ്ങനെയുണ്ട്? സൂപ്പർ, നല്ല. ഇത് മാത്രം മതി ചോറിന്. നല്ല എരിവും പുളിയും രുചിയും ഉപ്പും എല്ലാം പാകത്തിനാണ്. സൂപ്പറാണോ? അച്ഛൻ ഇത് മാത്രം മതിയോ കൂട്ടാൻ അല്ലേ? അച്ഛൻ നല്ല ന്യൂട്രേറ്റീവ് വാല്യൂ കേട്ടോ. ഇത്രയും പച്ചക്കറികൾ ഇട്ടിട്ടുണ്ടല്ലോ, ഇത്രയും വിറ്റാമിൻസ് ഉള്ള കറിയില്ല. ന്യൂട്രേറ്റീവ് വാല്യൂ ഉള്ള ഒരു സമീകൃത ആഹാരമാണ്. ടോട്ടൽ ന്യൂട്രീഷനുണ്ട് കേട്ടോ. ഈ ഒന്ന് ഇനി ഇങ്ങോട്ട് നോക്കി പറഞ്ഞ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കിടുക്കാച്ചി. അച്ഛൻ പറഞ്ഞ് കിടുക്കാച്ചിയാന്ന് പറഞ്ഞ്, കിടുക്കാച്ചി ടേസ്റ്റാണെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ അച്ഛാ? അവിയൽ എനിക്കും ഏറ്റവും ഇഷ്ടം അവിയലാണ് കേട്ടോ. അച്ഛൻ്റെ ഈ സ്റ്റൈലിൽ നിങ്ങൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. നമ്മുടെ പിള്ളേർക്ക്, വീട്ടിൽ സ്കൂളിൽ വിട്ട് വരുന്ന പിള്ളേർക്കും പ്രായമായവർക്കും പിന്നെ സ്ത്രീകൾക്ക് അനീമിയ ഉള്ളവർക്കും രക്തക്കുറവുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെ അവിയൽ വെച്ച് കൊടുക്കുന്നത്. എല്ലാ ദിവസവും അവിയൽ വെച്ച് കൊടുക്കാമെങ്കിൽ അത് നല്ലതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം നല്ല കറക്റ്റായിട്ട് ന്യൂട്രീഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഞാനും അച്ചായനും റെക്കമെൻഡ് ചെയ്യുന്നു, അവിയൽ ഒരാഴ്ചയിൽ ഒന്ന് വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് ചൂടാക്കി കൊടുത്താൽ മതി അല്ലേ അച്ഛാ? അതുപോലെയാണ് അച്ചായൻ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളിങ്ങനെ എല്ലാവരും അവിയൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അച്ചായൻ്റെ അവിയൽ വെക്കുന്ന സ്റ്റൈൽ എങ്ങനെയുണ്ട്, നല്ലതാണോ ചീത്തയാണോ, എന്തുണ്ടെങ്കിലും അഭിപ്രായം പറയണേ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഞങ്ങളോട് പറയണേ. അതനുസരിച്ച് ഞങ്ങൾ മാറ്റം വരുത്തുന്നതാണ്. ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്. Thank you everyone. God bless you all.